ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചൈനീസ് ബോൾസം ഞാൻ നേരത്തെ ഗാർഡനിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഈ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് മാത്രമായി മേടിച്ചത്. അന്നൊരു സ്റ്റെം മാത്രമേ ഉള്ളായിരുന്നു, ഈ സൈഡിലായിട്ട് ഒരു സ്റ്റെം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നിറയെ പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്ലവർ ഉണ്ടാവുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഗാർഡനിൽ നിന്ന് ചൈനീസ് ബോൾസം മേടിച്ചാൽ പൂക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അനുഭവം തോന്നി. ഒത്തിരി കാലം ഈ പ്ലാന്റ് ഇവിടെ പൂക്കാതിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ പ്ലാന്റിനെ അവിടുന്ന് മാറ്റി പോട്ടൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി അതിനെ DAP ഒക്കെ ഇട്ട് പിന്നെ വെർമി കമ്പോസ്റ്റും പിന്നെ മറ്റ് വളങ്ങളും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഇട്ട് ഞാൻ നോക്കിയിട്ട് ഇത് പൂക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്ലാന്റിനെ ഒന്ന് മാറ്റി വെച്ചു. നമ്മളെപ്പോഴും പ്ലാന്റുകൾ നിൽക്കുന്ന ഇടത്ത് പൂക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിനെ ഒന്ന് അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ട് മാറ്റി വെക്കുക. സാധാരണ എൻ്റെ ഈ ഇവിടെ പൂക്കാത്ത ഏത് പ്ലാന്റുകളും പൂക്കുന്നത് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ശരിക്കും പൂക്കൾ ഉണ്ടാകാറുണ്ട്. അത് ഈ സൂര്യപ്രകാശത്തിൻ്റെ ഓരോ ദിശ അനുസരിച്ചായിരിക്കും ഇത് പൂക്കുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നിറച്ച പൂക്കളായി, നമുക്ക് സന്തോഷമായി. ഇത് നല്ല അടിപൊളി ഫ്ലവറുമാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ പൂക്കാത്ത പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ പൂത്ത് നല്ലപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ആരും മറക്കരുത്.